നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് അന്തർദേശീയ അപസ്മാര ദിനമാണ്. അപസ്മാരം കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത് ചേരുന്നു. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, അപസ്മാരം നമ്മൾ കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞു വരുന്ന ഒരു അസുഖമാണെങ്കിൽ പോലും എന്താണ് അപസ്മാരം എന്നതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപസ്മാരം മലയാളത്തിൽ അതിന് ജന്നി എന്ന് പറയും, അല്ലെങ്കിൽ ചുഴലി രോഗം, എപ്പിലെപ്സി. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ അതിന് ന്യൂറോൺസ് എന്ന് പറയും. അപ്പോൾ ഈ ന്യൂറോൺസ് പരസ്പരം സംവദിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മമായ വൈദ്യുത തരംഗങ്ങൾ തലച്ചോറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വൈദ്യുത തരംഗങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഈ അപസ്മാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് എന്നതനുസരിച്ചിരിക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് കൈകാലുകളിട്ടടിക്കുന്ന വെട്ടൽ പോലെ വരുന്നത്, അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാകുന്ന കുറവ്, ഇതൊക്കെയാണ് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഡോക്ടർ, ഇതിന്റെ എന്ത് കാരണം കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്? ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു വകഭേദങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമ്മൾ എപ്പിലെപ്സി അഥവാ അപസ്മാരത്തെ വേർതിരിക്കുന്നത്. ഒന്ന് ജനറലൈസ്ഡ് എപ്പിലെപ്സി, അതായത് ശരീരത്തിന്റെ മൊത്തം ഭാഗത്തെ തലച്ചോറിനെ മൊത്തത്തിൽ ബാധിക്കുന്ന അപസ്മാരം, അതിനെ ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. രണ്ടാമത് പാർഷ്യൽ എപ്പിലെപ്സി, അതായത് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം, ചിലപ്പോൾ ഒരു ഇടത് കൈ മാത്രം വെട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്ത് മാത്രം ബാധിക്കുന്നതായിരിക്കും. അതിനെ പാർഷ്യൽ എപ്പിലെപ്സി എന്ന് പറയും. ഈ പാർഷ്യൽ എപ്പിലെപ്സി തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിമ്പിൾ പാർഷ്യലും കോംപ്ലക്സ് പാർഷ്യലും. അതായത് ഈ വെട്ടൽ വരുന്ന സമയത്ത് നമ്മുടെ ഓർമ്മ നശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച്, ഓർമ്മ നശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ പാർഷ്യൽ എന്നും, ഓർമ്മ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോംപ്ലക്സ് പാർഷ്യൽ എന്നും പറയും. ജനറൽ എപ്പിലെപ്സിയിൽ നമുക്ക് മിക്കവാറും സമയങ്ങളിലും ബോധം നശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭയം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വെട്ടി വീഴുക, ബോധം ഒപ്പം തന്നെ പോവുക രോഗിക്ക്, അത് നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാകാം, പൊതുസ്ഥലത്ത് വെച്ചാകാം. അപ്പോൾ അത് രോഗി മാത്രമല്ല ചുറ്റുമുള്ളവരും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് അപസ്മാരമാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു രോഗമാണ് അപസ്മാരം. പ്രേതബാധയെന്നും മാനസിക രോഗം ഉള്ള ആൾ കൊണ്ടാണ് വരുന്നതെന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അപസ്മാരം വരുന്ന അല്ലെങ്കിൽ ജന്നി വരുന്ന സമയത്ത് പ്രധാനമായിട്ടും അതിൽ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രീ മോണിറ്ററി അല്ലെങ്കിൽ ഔറ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രോഗിക്ക്, ഇപ്പോൾ അപസ്മാരം വരുന്ന ഒരു രോഗിക്കാണെങ്കിൽ രോഗിക്ക് തന്നെ അറിയാൻ പറ്റും എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ കാഴ്ചയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ ട്യൂബ് ലൈറ്റ് മിന്നും പോലെയോ അല്ലെങ്കിൽ കളർ ലൈറ്റ് അടിക്കും പോലെ അവർക്ക് തോന്നും. വായ്ക്കുള്ളിൽ ഒരു കയ്പ്പരസം ഉള്ളതുപോലെ, അകാരണമായ പേടി, ചിലപ്പോൾ വയറ്റിൽ ഒരു ആളൽ പോലുള്ള തോന്നൽ, ശരീരത്തിന്റെ ഒരു ഭാഗത്തുള്ള പെരുപ്പ്. അതെ, ഇത് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇത്തരം ഫീലിങ്സ് മിക്കവാറും രോഗികളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അപസ്മാരം നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്കിത് തിരിച്ചറിയാൻ കഴിയുകയും തനിക്ക് അസുഖം വരാൻ പോകുന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അവർക്ക് മാറാൻ സാധിക്കും. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ടോണിക് ഫേസ് എന്ന് പറയും. ഈ ഘട്ടത്തിൽ ശരീരത്തിലെ പേശികളെല്ലാം കോച്ചി വലിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആൾ നല്ല ബലം പിടിച്ചു നിൽക്കും. ഫേസ് അല്ലെങ്കിൽ ചിറി ഒരു വശത്തേക്ക് കോടിപ്പോകാം. ഈ ഒരു ഘട്ടത്തിൽ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ ക്ലോണിക് ഫേസ്, നമ്മൾ സാധാരണ കാണുന്ന ജന്നി, വെട്ടൽ പോലെ വരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാതെ വായിൽ നിന്ന് നൊരയും പതയും വരാം, അറിയാതെ മലമൂത്ര വിസർജനം നടത്താം. അപ്പോൾ മൂന്നാമത്തേത് നമുക്ക് ഇതിൻ്റെ റിലാക്സിങ് ഫേസ്. അപ്പോൾ ഈ ഘട്ടത്തിൽ രോഗിയുടെ ഓർമ്മ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു പോകാം. അതിൽ നിന്നും ഒരു മുക്തി നേടാനായിട്ട് ഒരു 3 തൊട്ട് 5 മിനിറ്റ് സമയം വരെ എടുക്കാം. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രോഗി ഉറക്കത്തിലേക്ക് പോയെന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എണീക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ശരീരമാസകലം വേദന, ചിലർക്ക് തലവേദന, ഛർദിൽ, തലക്കറക്കം മുതലായ സിംറ്റംസ് ഉണ്ടാകും. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ജാനറ്റ് ആണ്, ദുബായിൽ നിന്ന്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, എന്റെ അമ്മച്ചിക്ക് ഇതിനൊക്കെ ഫിക്സ് വരാറുണ്ട്. അത് ഫസ്റ്റ് വരുന്നത് ഒരു ബസ്സിൽ വെച്ചായിരുന്നു. ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മച്ചി പെട്ടെന്ന് വീണ് കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് വായിക്കൂടി ഞൊരയും പതയും വന്നു. പിന്നെ അന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ BP ലോ ആണെന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് സ്ഥിരം കണ്ണൊക്കെ അങ്ങ് ഇരട്ടിച്ച് എന്ന് പറഞ്ഞാൽ അമ്മച്ചി ബോധമില്ലാതെ വീഴുന്നു. ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ച് വായിക്കൂടി ഞൊരയും പതയും വരുന്നു. അങ്ങനെ അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു, പ്രൈവറ്റ് ആയിട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അപസ്മാരത്തിന്റെ ആരംഭമായിരുന്നു, നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വന്നേന്നാണ്. ഇപ്പൊ അമ്മച്ചിക്ക് അടിക്കടിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ന്യൂറോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മരുന്ന് മുടങ്ങാതെ കഴിക്കണം. പക്ഷെ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആയിട്ടാണെങ്കിൽ ഇപ്പൊ
സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വരുമ്പം അമ്മച്ചിക്ക് ബോധമില്ല. 2 മണിക്കൂറല്ല 3 മണിക്കൂർ അമ്മച്ചി ആ കിടപ്പ് കിടക്കുക. എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഉണ്ടായത്? 50 വയസ്സില്. ഇപ്പൊ അമ്മച്ചിക്ക് 72 വയസ്സായി. അപ്പോൾ പ്രായമായിട്ടുണ്ടാകുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത്. ബ്രെയിനിൻ്റെ സ്കാനിങ്, EEG മുതലായ ടെസ്റ്റുകൾ ചെയ്തിട്ട് ബ്രെയിനിനുള്ളിൽ ട്യൂമറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെ അതൊക്കെ ചെയ്തായിരുന്നു. ചെയ്തപ്പോ അങ്ങനെ കുഴപ്പമില്ല. എവിടെ ചെന്ന് ഇടിച്ചിട്ട് നരമ്പ് ക്ലോട്ട് ആയെന്നാ ഡോക്ടർ പറയുന്നത്. ശരി. രണ്ടാമത് ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മരുന്ന് മുടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ്. ഒരു 3 വർഷമെങ്കിലും തുടർച്ചയായിട്ട് വരാതിരുന്നാൽ മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. മരുന്ന് മുടങ്ങുമ്പോഴാണ് ഇത് വരാനുള്ള സാധ്യത. അതുപോലെ ഉറക്കമൊഴിഞ്ഞാൽ, വിശന്നിരുന്നാൽ, ജലം എടുക്കുന്ന വെള്ളം കുടിക്കുന്ന കുറവാണെങ്കിലൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരി, വിളിച്ചത് നന്ദി. ഒരു കോളും കൂടി. ഹലോ, ഹലോ, പേര് പറയാമോ? ഹംസ. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സാർ. ഞാൻ ഹലോ, കേൾക്കാം. ഹംസ ഡോക്ടർക്ക് കേൾക്കാം. ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ ഹംസ. സാറേ, എന്റെ മകളെ ഇപ്പോ 20 വയസ്സായി. 7 മാസം മുതൽ 7 മാസം മുതൽ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ ഹംസ? ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട്. തുടർച്ചയായിട്ട് പിന്നെ ഇത് വരുന്നതായിരുന്നു, ഫിക്സ് വരുന്ന. അതെ, 7 മാസം പ്രായം തൊട്ട് വരുന്നുണ്ട്. 7 മാസം മുതലാണ് ഫിക്സ് ഉണ്ടായിട്ടുള്ളത്. അത് ഇത് ഇന്ന് വരെ തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രോണോ 300 എന്ന ഈ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പം അപ്പൊ ഈ ഇടക്കിടക്ക് ഇത് വന്നിരുന്നു. പിന്നെ തുടർച്ചയായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഇത് ഈ ടെൻഷൻ ഇങ്ങനെ വരുന്ന ടൈമിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുകയാണ്. ചിലപ്പോ 2 വർഷം തുടർച്ചയായിട്ട് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഒരു ഇളക്കം വരും. അങ്ങനെ തുടർന്ന് ഇങ്ങനെ പോവാണ്. ഇതിന് അങ്ങനെ ഒരു പരിഹാരം ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു 3 വർഷം തുടർച്ചയായിട്ട് ഇല്ലാതെ ഇരിക്കണം. അതെ, ആ 3 വർഷം ഇല്ലാതെ ഇരുന്നാല് അതിന് മരുന്ന് നിർത്താന്നും പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഈ കുട്ടീനെ കല്യാണം കഴിക്കാന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു അസുഖം വരുമ്പോ അവർക്കും അത് സാധിക്കൂലല്ലോ. കല്യാണം കഴിക്കുന്നതിനോ ഗർഭം ധരിക്കുന്നതിനോ ഒന്നും ഈ അപസ്മാര ബാധ ഒരു തടസ്സമേ അല്ല. മരുന്നുകൾ മുടങ്ങാതെ കൃത്യമായി കഴിച്ചിരുന്നാൽ മാത്രം മതിയാകും. ശരി, ഒരു കോളും കൂടി. ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സാർ, ഞാൻ പാലക്കാട് നിന്ന് സുഭാഷാണ് വിളിക്കുന്നത്. സാർ, എന്റെ മോൾക്ക് ഇപ്പൊ ഏകദേശം 4 വയസ്സായി. അപ്പൊ ഒരു 1.5 വയസ്സ് മുതൽ ചെറുതായിട്ട് ഒരു 60 സെക്കൻഡ് വരെ നിൽക്കുന്ന എപ്പിലെപ്സി ഇടയ്ക്ക് വരാറുണ്ട്. അത് ദിവസം ഒരു 3 തവണയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആദ്യം ഉറക്കത്തിലാണ് വന്നിരുന്നത്. പിന്നെ ഇങ്ങനെ മാറി അത് ഡേ ടൈമിലും വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞങ്ങള് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് EEG ടെസ്റ്റ് അതേപോലെ തന്നെ ഒക്കെ എടുത്ത് നോക്കി. അപ്പൊ ഈ റൈറ്റ് ടെമ്പോറൽ ലോബ് എപ്പിലെപ്സി അങ്ങനെ ഒരു സിംറ്റാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അത് ഞങ്ങള് വാൽപ്പാറിനും അതേപോലെ തന്നെ സെനോക്സ, ലാക്കോസെറ്റ് എന്നുള്ള ഒരു മരുന്നും കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിംഹാൻസിലാണ് ചികിത്സിക്കുന്നത് ബാംഗ്ലൂർ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് മെഡിസിനില് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയ സർജറി ചെയ്യേണ്ടി വരുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് സർജറി ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് സൈഡ് എഫക്ട് പിന്നീട് ഉണ്ടാകുമോ, എന്താണ് ഈ റൈറ്റ് ടെമ്പോറൽ ലോബ് എപ്പിലെപ്സി എന്നുള്ള വേറെ ഏതെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് തലച്ചോറിലെ ടെമ്പറൽ ലോബ് എന്ന ഭാഗത്ത് നിന്നാണ് ഈ അപസ്മാരം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അപസ്മാരത്തിൽ 3 മരുന്നുകളിൽ കൂടുതൽ കഴിച്ചിട്ടും അപസ്മാരം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എപ്പിലെപ്സി സർജറിയിലേക്ക് പോകുന്നത്. അതായത് ഇത് നമ്മൾ ഫങ്ഷണൽ MRI അല്ലെങ്കിൽ EEG, വീഡിയോ EEG ഒക്കെ ചെയ്തിട്ട് ഏത് ഭാഗത്ത് നിന്നാണ് ഈ അപസ്മാരം തുടങ്ങുന്നതെന്ന് നോക്കി ആ ഭാഗത്ത് സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർജറി കഴിഞ്ഞാലും പക്ഷേ മരുന്നുകൾ കഴിക്കേണ്ടി വരും.
ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുറ്റുമുള്ളവർക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും സിനിമകളാണ് നമ്മളേറെ സ്വാധീനിക്കുന്നത്. സിനിമകളിലായാലും കണ്ടിട്ടുള്ളത് ഈ ഇരുമ്പ് കഷ്ണം എടുത്ത് അപസ്മാരം വരുന്ന രോഗിയുടെ കയ്യിൽ കൊടുക്കുക, താക്കോല് കൊടുക്കുക, അതിൻ്റെയൊക്കെ ഒരു ആധാരം എന്താണ് ഡോക്ടർ? തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ് അത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ കോശികൾ വലിച്ചു പിടിക്കുന്ന ഒരു ഫേസ് ഉണ്ട്, ടോണിക് ഫേസ്. ആ സമയത്ത് നമ്മൾ വായിലേക്ക് എന്തെങ്കിലും തിരികെ കയറ്റിയോ കയ്യിൽ ഇതുപോലുള്ള ഇരുമ്പ് സാധനങ്ങൾ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊരു ജന്നി വരുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അവരെ ഏറ്റവും സുരക്ഷിതമായ സാഹചര്യത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ ജലത്തിനടുത്തോ അല്ലെങ്കിൽ പൊക്കത്തിൽ നിൽക്കുന്നു, തീക്കടുത്ത് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുക. അതുപോലെ അവരുടെ ചുറ്റും അപകടകരമായ വസ്തുക്കൾ, കാരണം കൈകാലിട്ട് വെട്ടുമ്പോൾ ചിലപ്പോൾ തട്ടിയിട്ട് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുറ്റും അങ്ങനെയുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറുക്കമുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം വായിൽ നിന്ന് നൊരയും പതയും വരാം. അപ്പോൾ ഒരു ഇടതുവശം ചരിച്ച് അവരെ കിടത്തുക, തലയൽപ്പം താഴ്ത്തി കിടത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമില്ല, നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ എല്ലാ അപസ്മാരവും ഒരു 3 to 5 മിനിറ്റ് നേരം വരെ നീണ്ടു നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് അത് നോർമലിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബലമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. അത് കൂടുതൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഡോക്ടർ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞ ഉയരത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ അപകടത്തിലേക്ക് നീങ്ങുന്നത്. അല്ല, ഇത് സാധാരണ വന്നു പോകുന്ന ഒരു അസുഖം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഡോക്ടർ. നമ്മൾ 97% പേരിലും ഇത് പെട്ടെന്ന് വന്നു പോകുന്ന വന്നു കഴിഞ്ഞാൽ ഒരു 3 ചിലപ്പോൾ 1 മിനിറ്റിൽ താഴെ മാത്രമേ നിൽക്കത്തുള്ളൂ. മാക്സിമം പോയാൽ 5 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ഇത് വന്നിട്ട് പോകുന്നു. അപസ്മാരം വരുന്നവർക്ക് അവർക്ക് അറിയാൻ പറ്റും. അത് വരുന്നതിന് മുന്നേ അവർ തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതല്ല 5 മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഇതിൻ്റെ പരിശോധന ഏത് രീതിയിലാണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ അറിയുകയാണ് വേണ്ടത്. പ്രായത്തിനനുസരിച്ച് കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കൊച്ചുകുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജന്നി വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ജനിതകമായ പല കാരണങ്ങൾ കൊണ്ട്, പല എൻസൈം ഡെഫിഷ്യൻസി ഉണ്ടാകാം, അതുകൊണ്ട് വരുന്നതാകാം. ഇല്ലെങ്കിൽ പ്രസവ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ പ്രസവമായിരിക്കാം, ദൈർഘ്യമേറിയ പ്രസവമായി. ആ സമയത്ത് തലച്ചോറിലേക്കുള്ള രക്തോട്ടോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവോ കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അമ്മ ചില മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അതിൻ്റെ പാർശ്വഫലമായി ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ജന്നികൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാലോ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലോ ഒക്കെ കുട്ടികളിൽ ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കും. 5 തൊട്ട് ഒരു 15 വയസ്സ് വരെ സാധാരണ കൂടുതലും കാണുന്നത് പനിയോടനുബന്ധിച്ചുള്ള ജന്നിയാണ്. അതിന് നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ പനി തുടങ്ങി ആദ്യത്തെ ഒരു 2 ദിവസത്തിനുള്ളിലാണ് ജന്നി വരാനുള്ള ഒരു സാധ്യത. ഇത് സാധാരണ ഒരു 5 മിനിറ്റിൽ താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ. അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇതുപോലെ പനിയോടനുബന്ധിച്ച് ജന്നി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വേറെ പേടിക്കാനുള്ളതൊന്നുമല്ല, പനിയുടെ ചികിത്സ മാത്രം ചെയ്താൽ മതി. അതുപോലെ ഒരു പ്രാവശ്യം ഈ ഫെബ്രൈൽ സീഷേഴ്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പനി വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ജന്നിയുടെ മരുന്ന് കഴിച്ചാൽ ഈ ഒരു ജന്നി വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേസമയം 5 മിനിറ്റിൽ കൂടുതൽ പനിയോടനുബന്ധിച്ചുള്ള ജന്നി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടണം. മൂന്നാമത് ചെറുപ്പക്കാരിൽ കാണുന്നത് അത് കൂടുതലായിട്ടും ലഹരിയുടെ ഉപയോഗം, മദ്യത്തിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങൾ, റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആകാം, അല്ലാതെയുള്ള ക്ഷതങ്ങൾ കാരണമുള്ള ജന്നിയാണ് കൂടുതലായിട്ടും വരുന്നത്. പ്രായമായവരിൽ സാധാരണ സ്ട്രോക്കിനോടനുബന്ധിച്ച് രക്തോട്ടക്കുറവോ അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ജന്നി വരാം. അതുപോലെ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞ് ജന്നി വരാം. ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവുകൾ കുറയുന്ന വെയിറ്റക്കുറച്ചിൽ കാൽഷ്യം അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞാൽ നമുക്ക് ജന്നി വരാം. പിന്നെ ഇത് ഏത് പ്രായത്തിലും തലച്ചോറിനുള്ളിൽ ട്യൂമറോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നമുക്ക് ജന്നി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരു സ്ഥിരീകരണം, രോഗസ്ഥിരീകരണം അത് ഏത് രീതിയിലാണ്? പ്രധാനമായിട്ടും ആദ്യം നമ്മൾ നോക്കുന്നത് തലച്ചോറിനുള്ളിൽ വേറെ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതിന് അതിനൊരു സ്കാനിങ്ങോ CTയോ അല്ലെങ്കിൽ MRIയോ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ സാധാരണ ഫെബ്രൈൽ സീഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്കാനിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷെ അതേസമയം കുറച്ച് പ്രായമായവരിലാണ് ആദ്യമായിട്ട് ജന്നി വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് EEG എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ വൈദ്യുത തരംഗങ്ങളാണ് നമ്മൾ ഈ ന്യൂറോൺസ് ഉണ്ടാക്കുന്നത്, അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് EEG എന്ന് പറയുന്നത്. അപ്പോൾ EEG വെച്ചിട്ടാണ് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ഈ ബുദ്ധിമുട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ ജന്നിയാണോ അല്ലയോ, ഈ വന്നത് ജന്നിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് EEG വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ജന്നിയുള്ളവരിലും EEG പോസിറ്റീവ് ആകണം എന്നില്ല. അപ്പോൾ EEG പോസിറ്റീവ് അല്ലെങ്കിലും ജന്നി രോഗം ഉണ്ടാകാം. മൂന്നാമത് നമുക്ക് ബ്ലഡിൽ
എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയത്തിൻ്റെയോ കാൽഷ്യത്തിൻ്റെയോ കുറവോ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിലും ജന്നി ഉണ്ടാകും. അത്തരം കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് രക്തപരിശോധനയിലൂടെ അറിയാൻ പറ്റും. ഡോക്ടർ ക്യൂ തുടർന്ന് നമ്മൾ അപസ്മാരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, പേര് പറയാമോ? മുഫീദ. ശരി മുഫീദ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. എനിക്ക് 1 വർഷം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അന്ന് തല ഇടിച്ചിട്ടാണ് വീണുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഹെഡിലെ തലയൊട്ടിയിൽ ചെറിയ ഇഞ്ചറി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫിക്സ് ഉണ്ടായി. ആദ്യമായിട്ടാണ് അന്ന് ഉണ്ടാവുന്നത്. അതിന് വീണ്ടും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയാൻ. അന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ തലയോ? അപ്പോൾ തലയൊട്ടിയുടെ അല്ലാതെ തലച്ചോറിനുള്ളിൽ ക്ഷതം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ തലച്ചോറിനുള്ളിൽ ക്ഷതം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സംസാരിച്ചപ്പോൾ ജന്നി, സീഷർ എന്നൊരു പദം ഉപയോഗിച്ചു, അപസ്മാരമെന്നും പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ആദ്യം ഒരു പ്രാവശ്യമായി വരുന്നുണ്ട്, ജന്നി വരുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ എപ്പിസോഡ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ സീഷർ എന്ന് പറയും. അതേസമയം അടുപ്പിച്ച് 2-3 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് ഒരാളിപ്പോൾ ഇങ്ങനെ നമുക്കൊരു ലക്ഷണം ഉണ്ടായി, നമ്മൾ അബോധാവസ്ഥയിലായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് റിപ്പോർട്ട് വരുന്നത് സീഷർ എന്നാണ്. സീഷർ ആ രോഗിക്ക് തന്നെ പിന്നീട് ഉണ്ടാകാൻ സാധ്യത വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എപ്പിലെപ്സി എന്ന് പറയും. പിന്നീട് അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പോൾ പ്രായമായ ഒരാൾക്ക് സോഡിയം കുറഞ്ഞു പോയി, അത് കാരണം ഒരു ജന്നി ഉണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഷോക്കിൽ ചിലപ്പോൾ ഒരു ജന്നി ഉണ്ടാകാം. അപ്പോൾ അതൊക്കെല്ലാം സീഷറാണ്. അവർക്കെല്ലാം വീണ്ടും വീണ്ടും വരണം എന്നില്ല. തലച്ചോറിനുള്ളിൽ അതേസമയം ആ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഒരു ക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം രോഗികൾ എപ്പിലെപ്സി ഉണ്ട് എന്ന് പറയും. സീഷർ ഉള്ളവർക്ക് വീണ്ടും വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഏത് കാരണം കൊണ്ടാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. ഓക്കെ, ശരി ഡോക്ടർ. ഡോക്ടർ, മറ്റൊരു കാര്യം, നേരത്തെ ഒരു കോളർ വിളിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നിപ്പോൾ അപസ്മാര ദിനവും കൂടിയാണ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചേ മതിയാവും. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വിവാഹപ്രായമൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വളരെ ടെൻഷനാണ്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ എങ്ങനെ വിവാഹം കഴിപ്പിക്കും, അവർക്ക് ഗർഭധാരണത്തിന് പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? നമുക്ക് പൊതുവെ കാണുന്നതാണ്, അപസ്മാരം ഉണ്ടെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക. ഇപ്രാവശ്യത്തെ തീം തന്നെ അതാണ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. അവരുമായിട്ട് സൗഹൃദത്തിലാകുക, അവരെ സമൂഹത്തിൻ്റെ എല്ലാ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളിൽ അപസ്മാരമുണ്ടെന്ന് കരുതി അവരുടെ ബാക്കിയുള്ള വൈവാഹിക ജീവിതത്തിനോ അല്ലെങ്കിൽ ഗർഭധാരണത്തിനോ ഒന്നും തന്നെ അതൊരു തടസ്സമാകുന്നില്ല. മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, മരുന്നുകൾ കഴിക്കുമ്പോൾ ഭാവിയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് ഇതിനെ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന ജനിതക തകരാറുകൾ നമ്മൾ ടെററ്റോജെനിസിറ്റി എന്ന് പറയും. അപ്പോൾ സാധാരണ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമ്മളൊരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകാൻ പറ്റുന്ന വൈകല്യത്തിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് 3 തൊട്ട് 5%. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അത് ഒരു 5 തൊട്ട് 6%. അപ്പോൾ 1% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മരുന്നുകളുടെ ഒപ്പം ഈ വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ ബി കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരിക്കും അവർക്കുമുള്ളത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അനോമലി സ്കാൻ എന്ന് പറയും. ആദ്യത്തെ ഒരു 13 ആഴ്ചയ്ക്കുള്ളിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഈ അനോമലി സ്കാൻ ചെയ്ത് നോക്കേണ്ടതും ആവശ്യമാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ആയിരം വിളിച്ചതാ. ആയിരുന്നു, സംസാരിച്ചോളൂ. ഡോക്ടറെ, 2 വയസ്സായപ്പോഴാണ് എന്റെ കുഞ്ഞുമോൾക്ക് ജന്നി വന്ന് അത് പിന്നെ അങ്ങനെ ചൂട് കൂടി വരുമ്പോ ഇടയ്ക്കിടയൊക്കെ വരാറുണ്ട്. ഇപ്പൊ 8 വയസ്സ് കഴിഞ്ഞു. 9ാമത്തെ വയസ്സിലേക്ക്, ഏപ്രിൽ 13 ആകുമ്പോ 9ാം വയസ്സിലേക്ക് കയറുവായി. ഇപ്പൊ 2 വർഷത്തിനോടടുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. അത് ഇപ്പൊ ഡോക്ടർ പറയുന്ന 2 വർഷം കഴിഞ്ഞ് 1 വർഷവും കൂടി മരുന്ന് കൊടുക്കണം. ആ മരുന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് തീർച്ചപ്പെടുത്താനൊക്കത്തോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കാമെന്ന് വിചാരിച്ചാ വിളിക്കുന്നത്. പനിയോടനുബന്ധിച്ചാണോ വന്നിരുന്നത് അതോ പനി അല്ലാതെയും വന്നിട്ടുണ്ടോ? പനി ഇല്ലാതെ വന്നിട്ടില്ല, പനിയോടനുബന്ധിച്ചാ വരുന്നേ. പനിയോട് മാത്രം അനുബന്ധിച്ച് വരികയാണെങ്കിൽ അത് ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 5 തൊട്ട് ഒരു 15 വയസ്സ് വരെയാണ് ഈ ഫെബ്രൈൽ സീഷേഴ്സ് വരാനുള്ള ഒരു സാധ്യത. പക്ഷെ നമ്മൾ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഒരു 3 വർഷമെങ്കിലും വരാതിരുന്നാൽ മാത്രമേ അതിനുശേഷം EEG ഒന്നുകൂടെ ചെയ്ത് നോക്കും. അത് നോർമൽ ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ നിർത്താവുന്നതാണ്. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഒരു കാലയളവ് നേരത്തെ വിളിച്ചവരും പറഞ്ഞു 3 വർഷം വരെ
വരാതിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നുള്ള ആ ഒരു കാലാവധി എങ്ങനെയുണ്ട്? ഇത് നമ്മൾ നോക്കുക, ആദ്യം നമ്മൾ EG എടുത്ത് നോക്കും, അതോടൊപ്പം തന്നെ സ്കാനിങ്ങും എടുത്ത് നോക്കും. അപ്പോൾ ഈ സ്കാനിങ്ങും EG നോർമൽ ആണ് എന്നുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു 3 വർഷ കാലാവധി പറയുന്നത്. അതേസമയം EGയിൽ എന്തെങ്കിലും തകരാറുകളുണ്ട് അല്ലെങ്കിൽ സ്കാനിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അവർക്ക് മരുന്നുകൾ തുടർന്ന് തന്നെ കഴിക്കണം. ഡോക്ടർ പറയുന്നത് ഇപ്പം മരുന്ന് കൊടുക്കുന്നത് മാത്രമാണ് ഇതിന്റെ ചികിത്സ ഈ അപസ്മാരത്തിന്, അതോ അതിനുശേഷം മരുന്ന് ഫലിക്കുന്നില്ല എന്ന് പറയുന്ന രോഗികൾക്ക്? അതെ, നമുക്കിത് ആദ്യം നമുക്കറിയേണ്ടത് ഇത് ഏത് ടൈപ്പായിട്ടുള്ള ജനറലൈസ്ഡ് ആണോ അതോ ലോക്കലി ഒരു പാർഷ്യൽ ആണോ എന്നുള്ളതാണ് ആദ്യം തിരിച്ചാണ്. അതിന് EG സഹായിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ മരുന്നുകളുടെ ഡോസ് അവരുടെ രോഗിയുടെ വെയിറ്റ് അനുസരിച്ചൊക്കെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് പതുക്കെ പതുക്കെ കൂട്ടും. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു മരുന്നിൽ മാത്രം നിൽക്കില്ല. അപ്പോൾ ഒരു മരുന്നിൽ മാത്രം അതിൻ്റെ മാക്സിമം ഡോസ് എത്തിയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത മരുന്നിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു 3 മരുന്നിൽ കൂടുതൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ടുള്ള സർജറികൾ ഉണ്ട്. അതായത് നമുക്ക് ഈ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ കൂടുതൽ പേരിലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറഞ്ഞു, ടെമ്പറൽ ലോബ് എന്ന ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഇത് ഉണ്ടാക്കുന്ന ഭാഗം സർജറി ചെയ്ത് ചിലപ്പോൾ മാറ്റാൻ സാധിക്കും. പക്ഷേ ഇത് മാറ്റിയാലും നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്താൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഡോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രധാനമായിട്ടും സർജറി ചെയ്യുന്നത് ഈ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ, ആ ഭാഗം എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല ആ ശസ്ത്രക്രിയക്ക് ശേഷം? അത് നമ്മുടെ ഏത് ഭാഗം എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ടെമ്പറൽ ലോബിൽ തന്നെയാണ് നമ്മുടെ സംസാരത്തിനുള്ളത്, ഓർമ്മയുടേത്. അപ്പോൾ അങ്ങനെയുള്ള പല ഫങ്ഷൻസും ആ ഭാഗത്തുണ്ട്. അപ്പോൾ കഴിയുന്നത്ര പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ ഒന്നും ബാധിക്കാത്ത ഭാഗത്താണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. ഏകദേശം മരുന്ന് കഴിക്കുന്നതിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, അത് തീരുമാനിക്കുന്നത് വർഷം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ കാലയളവ് ഡോക്ടർ ഡോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്ര വർഷം അല്ലെങ്കിൽ 3 മരുന്ന് മാറ്റി കഴിയുമ്പോഴാണ് പിന്നീട് സർജറി എന്ന് പറഞ്ഞല്ലോ, അത് വർഷം അല്ലെങ്കിൽ കാലയളവ് അനുസരിച്ചിട്ടാണ്, സമയം അനുസരിച്ചിട്ടാണ്? ഇല്ല, എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് എത്ര അടുപ്പിച്ചാണ് ഈ ജന്നി വരുന്നത് എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ മരുന്നുകളുടെ ഡോസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മരുന്ന് കൂട്ടി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മരുന്നിൻ്റെ അളവ് കൂട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡോസ് കൂട്ടും. ഇതോടൊപ്പം തന്നെ മരുന്ന് കഴിച്ചാലും വീണ്ടും വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ഡോസ് മുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ രോഗിക്ക് അപസ്മാരം ഉണ്ടാകാം. അപ്പോൾ അപസ്മാരമുള്ളവരിൽ പ്രധാനമായും വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഈ മരുന്ന് മുടങ്ങുമ്പോഴാണ്. രണ്ടാമത്, ഉറക്കം ഒഴിയുന്നത്. ഉറക്കം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ രാത്രി ഇരുട്ടത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആഹാരം കൃത്യസമയത്ത് കഴിക്കാതെ ഹൈപ്പോഗ്ലൈസീമിയ, ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം രോഗികൾക്ക് ഡോക്ടർ ഈ പറഞ്ഞ സാഹചര്യങ്ങളല്ലാതെ ഇപ്പം നേരത്തെ ഒരു അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട് ഡോക്ടർ? തീർച്ചയായും സ്ട്രെസ്സ് കൂടുതലുള്ള സമയത്തും നമുക്ക് ജന്നി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ സ്യൂഡോസീഷ്യസ് അല്ലെങ്കിൽ സൈക്കോജനിക് സീഷ്യസ് എന്ന് പറയും. അമിതമായ സ്ട്രെസ് ഉള്ളവരിൽ ഇതുപോലെ ജന്നിയുടേത് പോലുള്ള ലക്ഷണങ്ങളുണ്ടാകും. പക്ഷെ അവരുടെ EG ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നോർമലായിരിക്കും. അത് ജന്നി രോഗമല്ല, അമിതമായ സ്ട്രെസ്സ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് നമ്മൾ സ്യൂഡോസീഷ്യസ് എന്നാണ് പറയുന്നത്. ഡോക്ടർ നേരത്തെ പരിശോധനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ EG എടുത്ത് നോക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റില്ല, ചിലത് നമുക്ക് മനസ്സിലാകില്ല എന്ന്. അതും ഇതുമായിട്ട് ബന്ധമുണ്ട് ഡോക്ടർ? സ്യൂഡോസീഷ്യസ് നമ്മൾ പ്രധാനമായിട്ട് അവരുടെ ഹിസ്റ്ററി നോക്കും. അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അവർക്ക് വരുന്ന ആ ജന്നിയുടെ ചേഷ്ടകൾ സാധാരണ വരുന്ന ജന്നിയിൽ നിന്നും വ്യത്യസ്തമാണ്, EG നോർമലാണ്. EG എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവർക്ക് ഈ വരുന്ന അസുഖങ്ങൾ നമുക്ക് വീഡിയോ EG ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് വരുന്നത് ജന്നി പോലെയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇത് സീഷറാണോ അതോ സൈക്കോജനിക് സീഷേഴ്സ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഡോക്ടർ? പറഞ്ഞ പോലെ ഈ അഡolescent ഏജ് ഗ്രൂപ്പിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു 5 വയസ്സിന് ശേഷം വരുന്ന ജന്നികളിലൊക്കെ പാരമ്പര്യത്തിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജന്നി ഉണ്ടെങ്കിൽ കുട്ടിക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഇന്ന് അപസ്മാര ദിനമായതുകൊണ്ട് തന്നെ അപസ്മാരമുള്ളവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവൃത്തി ഒഴിവാക്കണമെന്നതാണ് സന്ദേശം. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ഡോക്ടർ ക്യൂവിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.